ഹായ് എവ്രി വൺ. റെയിൽവേ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ എൻ്റെ ആശംസകൾ. നമുക്ക് റെയിൽവേ എക്സാംസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ജനറൽ സയൻസ്. അതിൽ ഫിസിക്സ്, കെമിസ്ട്രിയും ബയോളജിയുമാണുള്ളത്. അതിനകത്ത് ഫിസിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ലൈറ്റ്. നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ജനറൽ സയൻസിലെ ഫിസിക്സിലെ ലൈറ്റ് എന്ന ടോപ്പിക്കാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ലൈറ്റിനെ പറ്റിയുള്ള സ്റ്റഡി, ദ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ലൈറ്റ് ആണ് ഓപ്റ്റിക്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലൈറ്റ് പാർട്ടിക്കിൾസിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് ഫോട്ടോണിക്സ്. എന്താണ് ലൈറ്റ് പാർട്ടിക്കിൾസ്? ലൈറ്റ് പാർട്ടിക്കിൾസ് അറിയപ്പെടുന്ന പേരാണ് ഫോട്ടോൺസ്. അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന പാർട്ടിക്കിൾസ് ആണ് ഫോട്ടോൺസ് അല്ലെങ്കിൽ ലൈറ്റ് പാർട്ടിക്കിൾസ്. അങ്ങനെയാണെങ്കിൽ ലൈറ്റിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന പാർട്ടിക്കിൾസ് ആണ് ടാക്കിയോൺസ്. ലൈറ്റിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന പാർട്ടിക്കിൾസ് ആണ് ടാക്കിയോൺസ്. ആരാണ് ഇത് പറഞ്ഞത്? ഇ.സി.ജി. സുദർശനൻ. അങ്ങനെയാണെങ്കിൽ എനർജി പാക്കറ്റ്സിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് ക്വാണ്ടം മെക്കാനിക്സ്. എനർജി പാക്കറ്റ്സിനെ വിളിക്കുന്ന പേരാണ് ക്വാണ്ടം. ഓക്കെ, ദെൻ ലൈറ്റിന്റെ വെലോസിറ്റിയെ പറ്റി ആദ്യമായിട്ട് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ് റോമർ. ലൈറ്റിന്റെ വെലോസിറ്റി ആദ്യമായിട്ട് ഡിറ്റർമിൻ ചെയ്ത സയന്റിസ്റ്റ് ആണ് റോമർ. ബട്ട് അക്യുറേറ്റ് ആയിട്ട് ലൈറ്റിന്റെ വെലോസിറ്റി ഡിറ്റർമിൻ ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ആൽബർട്ട് എ മൈക്കൽസൺ. ഓർത്തിരിക്കുക, ആൽബർട്ട് എ മൈക്കൽസൺ ആണ് എന്ത് ലൈറ്റിന്റെ വെലോസിറ്റി ആദ്യമായിട്ട് ആക്യുറേറ്റ് ആയിട്ട് ഡിറ്റർമിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലൈറ്റിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള നേച്ചേഴ്സിനെ പറ്റി നമുക്ക് നോക്കാം. ലൈറ്റിന്റെ പാർട്ടിക്കിൾ നേച്ചറിനെ പറ്റി പറയുന്നത് സർ ഐസക് ന്യൂട്ടൺ ആണ്. സർ ഐസക് ന്യൂട്ടൺ ആണ് ലൈറ്റിന്റെ പാർട്ടിക്കിൾ നേച്ചറിനെ പറ്റി ആദ്യമായിട്ട് പറയുന്നത്. ഏത് പുസ്തകത്തിലാണ് ഇത് പറയുന്നത്? കോർപ്പസ്കുലാർ തിയറി ഓഫ് ലൈറ്റ്. ഓക്കെ, ലൈറ്റിന്റെ പാർട്ടിക്കിൾ നേച്ചറിനെ പറ്റി ആദ്യമായിട്ട് പറയുന്നത് സർ ഐസക് ന്യൂട്ടൺ ആണ്. കോർപ്പസ്കുലാർ തിയറി ഓഫ് ലൈറ്റ്. അങ്ങനെയാണെങ്കിൽ വേവ് നേച്ചറിനെ പറ്റി ആദ്യമായിട്ട് പറയുന്നത്, വേവ് വരയ്ക്കുമ്പോൾ നമുക്ക് മലയാളത്തിലെ ഹ എന്ന ലെറ്റർ പോലെ ഇല്ലേ? ഓക്കെ, അപ്പം അങ്ങനെ ഓർത്തു വെക്കാം. വേവ് നേച്ചർ പറഞ്ഞത് ആരാണ്? ഹൈജൻസ് ആണ്. ഓക്കെ, വേവ് നേച്ചറിനെ പറ്റി പറയുന്നത് ഹൈജൻസ് ആണ് അല്ലെ? വേവ് എഴുതുന്നത് ഹ പോലെ അല്ലേ? സോ അങ്ങനെ ഓർത്തിരിക്കുക. വേവ് നേച്ചറിനെ പറ്റി ആദ്യമായിട്ട് പറയുന്നത് ഹൈജൻസ് ആണ്. ലൈറ്റിന്റെ വേവ് നേച്ചറിനെ പറ്റി പറയുന്നത് ക്രിസ്ത്യൻ ഹൈജൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് തിയറി ഓഫ് ലൈറ്റ് പറഞ്ഞത് ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ ആണ്. ആരാണ്? ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ ആണ്. അങ്ങനെയാണെങ്കിൽ ലൈറ്റിന്റെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് നേച്ചർ പ്രൂവ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ ഹെൻറിച്ച് ഹെഡ്സ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ലൈറ്റിന്റെ പാർട്ടിക്കിൾ നേച്ചറിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഓക്കെ, ലൈറ്റ് പാർട്ടിക്കിൾസിന് മൊമെന്റം പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. മെറ്റൽസിൽ നിന്നും ഇലക്ട്രോൺസിനെ തെറിപ്പിക്കാൻ പറ്റും, അടിച്ചു തെറിപ്പിക്കാൻ പറ്റും, ഇജക്ട് ചെയ്യാൻ പറ്റും. ഒരു മൊമെന്റം കൊടുത്തെങ്കിൽ മാത്രമേ ഇലക്ട്രോൺസിനെ തെറിപ്പിക്കാൻ പറ്റൂ, പാർട്ടിക്കിളിനെ തെറിപ്പിക്കാൻ പറ്റൂ. മാസ് ഉള്ള പാർട്ടിക്കിളിന് മാത്രമേ എന്ത് കൊടുക്കാൻ പറ്റൂ? എം മാസും വി വെലോസിറ്റിയും ഉള്ള ഒരു പാർട്ടിക്കിളിന് മാത്രമേ മൊമെന്റം കൊടുക്കാൻ പറ്റൂ. അതുകൊണ്ട് എന്താണ് ലൈറ്റ് ഒരു പാർട്ടിക്കിൾ നേച്ചറുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ പാർട്ടിക്കിൾ നേച്ചറുള്ള ഒരു സംഭവമാണ് എന്ന് എന്ത് പറയാം? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് വെച്ച് പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹെൻറിച്ച് ഹെഡ്സ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിന് എക്സ്പ്ലനേഷൻ കൊടുത്തത് ആരാണെന്ന് ചോദിച്ചാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഓക്കെ, ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിന് എക്സ്പ്ലനേഷൻ കൊടുത്തത്. ബട്ട് കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഹെൻറിച്ച് ഹെഡ്സ് ആണ്. ഓർത്തിരിക്കുക, ലൈറ്റിന് അല്ലെങ്കിൽ വേവ്സിന് രണ്ട് നേച്ചർ ആണുള്ളത്. സോറി, ലൈറ്റിനല്ല, വേവിന് രണ്ട് നേച്ചർ ആണുള്ളത്. ഒന്ന് ട്രാൻസ്വേഴ്സ് വേവും ഒന്ന് ലോങ്ജിറ്റ്യൂഡിനൽ വേവും. ട്രാൻസ്വേഴ്സ് വേവ്സ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ട്രാൻസ്വേഴ്സ് വേവ് എന്നും ലോങ്ജിറ്റ്യൂഡിനൽ വേവ് എന്നും. ഓക്കെ, ഒരു എനർജി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ട്രാൻസ്വേഴ്സ് വേവ്. ഓക്കെ, ലൈറ്റ് എനർജി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ത്? ട്രാൻസ്വേഴ്സ് വേവ്. എക്സാമ്പിൾ, ഒരു കയർ കെട്ടിയിട്ടിരിക്കുന്ന തമ്മിലുള്ള ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഡിസ്റ്റർബൻസ് മൂവ് ചെയ്യുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? ട്രാൻസ്വേഴ്സ് വേവ് ആയിരിക്കും. അല്ലെങ്കിൽ വാട്ടറിനകത്ത് ഒരു കല്ലിടുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് റിപ്പിൾസ് എന്തായിരിക്കും? ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആയിരിക്കും. ലൈറ്റ് എന്തായിരിക്കും? ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആയിരിക്കും. ഇനി
എനർജി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത് പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ലോങ്ജിറ്റ്യൂഡിനൽ വേവ്. ഓക്കെ, ലോങ്ജിറ്റ്യൂഡിനൽ വേവ്. ഓക്കെ, എക്സാമ്പിൾ എന്താണ് സൗണ്ട്. ഓക്കെ, അപ്പം ട്രാൻസ്വേഴ്സ് വേവിന് എക്സാമ്പിൾ ലൈറ്റ് ആണെങ്കിൽ ലോങ്ജിറ്റ്യൂഡിനൽ വേവിന് എക്സാമ്പിൾ എന്താണ് സൗണ്ട് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലൈറ്റ് ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് എവിടെയാണ് വാക്വത്തിലാണ്. ഓക്കെ, എന്നാൽ സൗണ്ടിന് വാക്വത്തിൽ സഞ്ചരിക്കാൻ കഴിയില്ല. ഇനി നോക്കുക, ലൈറ്റ് ട്രാൻസ്വേഴ്സ് നേച്ചർ ആണെന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആരാണ് അഗസ്റ്റസ് ഫ്രെണൽ ആണ്. ഒന്നുകൂടെ നോക്കുക, പാർട്ടിക്കിൾ നേച്ചറിനെ പറ്റി പറഞ്ഞത് ന്യൂട്ടൺ ആണ്, വേവ് നേച്ചർ ഹൈജീൻസ് ആണ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് തിയറി പറഞ്ഞത് മാക്സ്വെൽ ആണ്, അത് പ്രൂവ് ചെയ്തത് ഹെഡ്സ് ആണ്, ലൈറ്റിന്റെ നേച്ചർ ട്രാൻസ്വേഴ്സ് വേവ് ആണെന്ന് പറഞ്ഞത് അഗസ്റ്റസ് ഫ്രെണൽ ആണ്, അല്ലെങ്കിൽ ലൈറ്റ് ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണെന്ന് പറഞ്ഞത് അഗസ്റ്റസ് ഫ്രെണൽ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലൈറ്റിന് ഏറ്റവും കൂടുതൽ വെലോസിറ്റി വാക്വത്തിലാണെന്ന് പറയുന്നത് ആരാണ് ലിയോൺ ഫുൾക്കോട്ട്. ആരാണ് ലിയോൺ ഫുൾക്കോട്ട് ആണ് മാക്സിമം വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം ആണെന്ന് പറഞ്ഞത്. അതുപോലെ ലൈറ്റ് ഡിഫറെന്റ് മീഡിയത്തിൽ ഡിഫറെന്റ് വെലോസിറ്റിയിലാണെന്ന് പറഞ്ഞതും ആരാണ് ലിയോൺ ഫുൾക്കോട്ട് തന്നെയാണ്. ലൈറ്റിന് ഡിഫറെന്റ് മീഡിയത്തിൽ ഡിഫറെന്റ് വെലോസിറ്റി ആണെന്ന് പറഞ്ഞതും ലിയോൺ ഫുൾക്കോട്ട് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഏത് മീഡിയത്തിലാണ് ലൈറ്റിന് ഏറ്റവും കൂടുതൽ വെലോസിറ്റി എന്ന് ചോദിച്ചാൽ അത് എയറിലാണ് അല്ലെങ്കിൽ ഗ്യാഷ്യസ് മീഡിയത്തിലാണ്. ഓക്കെ, സോ അതിൽ കുറവായിരിക്കും എവിടെ ലിക്വിഡില്, അതിലും കുറവായിരിക്കും എവിടെ സോളിഡില്. ഓക്കെ, സോ ഏറ്റവും കൂടുതൽ വെലോസിറ്റി എവിടാണ് എയറിലാണ്, ഏറ്റവും കുറവ് വെലോസിറ്റി എവിടാണ് ഡയമണ്ടിലാണ്. ഓക്കെ, ഓർത്തിരിക്കുക, ലൈറ്റിന് ഏറ്റവും കൂടുതൽ വെലോസിറ്റി ഗ്യാഷ്യസ് മീഡിയത്തിലും ഏറ്റവും കുറവ് സോളിഡ്സിലുമായിരിക്കും, സോളിഡ് മീഡിയത്തിലുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വെലോസിറ്റി ഏത് മീഡിയം എന്ന് ചോദിച്ചാൽ എയർ ആണ്, ഏറ്റവും കുറവ് വെലോസിറ്റി ഏത് മീഡിയം ആണെന്ന് ചോദിച്ചാൽ ഏതാണ് ഡയമണ്ട് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സൺലൈറ്റ് എർത്തിലെത്താൻ എടുക്കുന്ന ടൈം 8 minutes 20 seconds ആണ്. സൺലൈറ്റ് എർത്തിൽ എത്താൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 8 minutes 20 seconds ആണ്. അങ്ങനെയാണെങ്കിൽ മൂൺ ലൈറ്റ് എർത്തിലെത്താൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് എത്രയാണ് 1.3 seconds ആണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പം നമുക്ക് ലൈറ്റിന്റെ വെലോസിറ്റി ഡിഫറെന്റ് മീഡിയത്തിൽ എങ്ങനെയാണെന്ന് അറിയാം. നമുക്കത് സൗണ്ടുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് വെക്കാം. ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും ലോങ്ജിറ്റ്യൂഡിനൽ വേവ് ആയ സൗണ്ടിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത്. അവിടെ ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് സോളിഡിലായിരിക്കും, അതിൽ കുറവായിരിക്കും ലിക്വിഡ്. ഓക്കെ, ഏറ്റവും കുറവ് വേഗം സൗണ്ടിന്റെ ഏറ്റവും കുറവ് വേഗമായിരിക്കും എവിടെ ഗ്യാസില്. ഓക്കെ, സൗണ്ടിന്റെ ഏറ്റവും കുറവ് വേഗം ഗ്യാസിലായിരിക്കും. ഇനി വാക്വത്തിലാണെങ്കിൽ സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യില്ല. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് യൂണിറ്റ്സിനെ പറ്റി ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ പ്ലാനറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. പ്ലാനറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. പക്ഷേ സ്റ്റാർസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ് ലൈറ്റ് ഇയർ. സ്റ്റാർസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് ലൈറ്റ് ഇയർ ആണ്. എന്നാൽ കൺഫ്യൂഷൻ ആവരുത്, സണ്ണും പ്ലാനറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് തന്നെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഗാലക്സീസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ് പാർ സെക്കൻഡ്. ഓക്കെ, ദെൻ നമ്മുടെ ലെങ്തിന്റെ അല്ലെങ്കിൽ ഡിസ്റ്റൻസിന്റെ ഏറ്റവും വലിയ യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് പാർ സെക്കൻഡ് ആണ്. സോ അതുമായിട്ട് കണക്ട് ചെയ്ത് ഏറ്റവും ചെറിയ യൂണിറ്റ്, ലെങ്തിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് അറ്റോമീറ്റർ. എന്താണ് അറ്റോമീറ്റർ? ആറ്റത്തിന്റെ സൈസ് മെഷർ ചെയ്യുന്ന യൂണിറ്റ്. ഒരു അറ്റോമീറ്റർ എന്ന് പറയുന്നത് 10⁻⁸ മീറ്റർ ആണ്. അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്ത് തന്നെയുള്ള യൂണിറ്റ് ആണ് ഫെർമി. അതും ആറ്റത്തിന്റെ ഡയമെൻഷൻസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് തന്നെയാണ്. അത് 10⁻⁻15 മീറ്റർ ആണ്. 1 ഫെർമി എന്ന് പറയുന്നത് 10⁻⁻15 മീറ്റർ ആണ്. സോ ഏറ്റവും ചെറിയ യൂണിറ്റ് അറ്റോമീറ്ററും ഏറ്റവും വലിയ യൂണിറ്റ് പാർ സെക്കൻഡുമാണ്. ഇനി ഈ വരുന്ന ലൈറ്റിൽ 7 നിറങ്ങളുണ്ട് അല്ലെ, 7 കളേഴ്സ് ഉണ്ട്. വിബ്ജിയോർ, ലൈറ്റിനകത്ത് 7 കളേഴ്സ് ഉണ്ട്. വിബ്ജിയോർ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച് ആൻഡ് റെഡ്. ഓക്കെ, ഈ ലൈറ്റിനകത്ത് 7 നിറങ്ങളും ഉണ്ടെന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് സർ ഐസക് ന്യൂട്ടൺ. ഓക്കെ, വൈറ്റ് ലൈറ്റിനകത്ത് 7 കളേഴ്സ് ആണ് ഉള്ളതെന്ന് പറഞ്ഞതും ആര് തന്നെയാണ് ന്യൂട്ടൺ ആണ്. പക്ഷെ ഈ കളേഴ്സിനകത്ത് 3 കളേഴ്സ് ആണ് പ്രൈമറി കളർ എന്ന് പറഞ്ഞത് ആരാണ് സയന്റിസ്റ്റ് യങ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. ഓക്കെ, യങ് എന്ന സയന്റിസ്റ്റ് ആണെന്ന് പറഞ്ഞത് പ്രൈമറി കളേഴ്സ്
മൂന്നെണ്ണമാണെന്ന് പറഞ്ഞത്. ലൈറ്റിനകത്ത് പ്രൈമറി കളേഴ്സ് മൂന്നെണ്ണമാണെന്ന് പറഞ്ഞതും അത് റെഡും ഗ്രീനും ബ്ലൂവും ആണെന്ന് പറഞ്ഞതും ആരാണ്? തോമസ് യങ് ആണ്. ഓക്കെ, തോമസ് യങ് ആണ്. ഓക്കെ, അപ്പൊ പ്രൈമറി കളേഴ്സ് ഏതൊക്കെയാണ്? റെഡ്, ഗ്രീന്, ബ്ലൂ. എത്രണ്ണമാണ്? മൂന്നെണ്ണം. ഓക്കെ, അതുപോലെ തന്നെ പ്രൈമറി കളേഴ്സ് ഇൻ കളർ പിഗ്മെന്റും ഉണ്ട്. നമുക്ക് അത് ഓർത്ത് വെക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കോഡാണ്, എങ്കിലും നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇത് ഉപയോഗപ്പെടും. ഓക്കെ, നമ്മുടെ കോർണേഴ്സിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പിന്നെ ബാക്കി എല്ലാം ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഓർത്താൽ മതി. ഗാന്ധിജിയുടെ രണ്ടാം ഭാര്യ യമുനയിൽ മുങ്ങിച്ചത്തു. ഓക്കെ, ഗാന്ധിജിയുടെ രണ്ടാം ഭാര്യ യമുനയിൽ മുങ്ങിച്ചത്തു. ഓക്കെ, ആദ്യം കോർണറിൽ സ്റ്റാർട്ട് ചെയ്യും, പിന്നെ സൈഡിൽ സ്റ്റാർട്ട് ചെയ്യും, എല്ലാം ലെഫ്റ്റ് സൈഡിൽ നിന്ന് തന്നെയാണ്. സോ കോർണറിൽ വരുന്ന എല്ലാം പ്രൈമറി കളേഴ്സ് ആണെങ്കിൽ ആ പ്രൈമറി കളേഴ്സ് ചേർന്നുണ്ടാവുന്ന സെക്കൻഡറി കളർ ആണ് ആ സൈഡിൽ വരുന്നത്. എക്സാമ്പിൾ, ഗ്രീൻ പ്ലസ് റെഡ്, ഗ്രീൻ ലൈറ്റും റെഡ് ലൈറ്റും കൂടെ ചേർന്നാൽ ഉണ്ടാവുന്ന സെക്കൻഡറി കളർ ആണ് യെല്ലോ. കളർ പിഗ്മെന്റ് വരുമ്പോഴത്തേന് യെല്ലോയും മജന്റയും സിയാനും എന്താണ്? പ്രൈമറി ആണ് എന്ന് ഓർത്ത് വെച്ചേക്കണം. ഇവിടെ അടുത്ത റെഡും ബ്ലൂവും ചേർന്നുണ്ടാവുന്ന സെക്കൻഡറി കളർ ആണ് മജന്റ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഗ്രീനും ബ്ലൂവും ലൈറ്റ് ചേർന്നിട്ടുണ്ടാവുന്ന സെക്കൻഡറി കളർ ആണ് സിയാൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. റെഡും ഗ്രീനും ബ്ലൂവും എന്താണ്? പ്രൈമറി കളേഴ്സ് ആണ്. ആ പ്രൈമറി കളേഴ്സ് ചേർന്നുണ്ടാവുന്ന സെക്കൻഡറി കളേഴ്സ് ഏതൊക്കെയാണ്? യെല്ലോ, മജന്റ ആൻഡ് സിയാൻ. ഓക്കെ, ഇനി നോക്കുക, നെക്സ്റ്റ് നമ്മൾ ലൈറ്റിന്റെ ഒരു ഫിനോമിനൻ കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം, റിഫ്ലക്ഷൻ. ഓക്കെ, ഒരു സ്മൂത്ത് സർഫസിൽ തട്ടി ലൈറ്റ് സെയിം മീഡിയത്തിലോട്ട് തന്നെ തിരിച്ചു പോകുന്നതിനെ പറയുന്ന പേരാണ് റിഫ്ലക്ഷൻ. ഓക്കെ, ലൈറ്റ് when light incident on a smooth surface it bounces back to the same medium is known as reflection. ഓക്കെ, അപ്പം റിഫ്ലക്ഷൻ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. എന്താണ്? വന്ന് ഒരു സ്മൂത്ത് സർഫസിൽ തട്ടി തിരിച്ചു പോവുകയാണെങ്കിൽ അതിനെ റിഫ്ലക്ഷൻ എന്ന് വിളിക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, ഈ വരുന്ന ലൈറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസിഡന്റ് റേ, തിരിച്ചു പോകുന്ന ലൈറ്റിനെ വിളിക്കുന്ന പേരാണ് റിഫ്ലക്റ്റഡ് റേ. ആ പോയിന്റ് ഓഫ് ഇൻസിലോട്ട് നമ്മൾ വരയ്ക്കുന്ന 90 ഡിഗ്രി വരയ്ക്കുന്ന ലൈനെ പറയുന്ന പേരാണ് നോർമൽ. ഓക്കെ, ഇനി ഇൻസിഡന്റ് റേയും നോർമലും മേക്ക് ചെയ്യുന്ന ആംഗിളിനെ പറയുന്ന പേര് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇനി റിഫ്ലക്റ്റഡ് റേയും നോർമലും മേക്ക് ചെയ്യുന്ന ആംഗിളിനെ പറയുന്ന പേര് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇനി എന്താണ് ലോ ഓഫ് റിഫ്ലക്ഷൻ എന്ന് ചോദിച്ചാൽ, ഈ വരുന്ന ലൈറ്റ് റേയും പോകുന്ന ലൈറ്റ് റേയും നോർമലും പോയിന്റ് ഓഫ് ഇൻസിഡന്റും എല്ലാം എവിടെ തന്നെ ആയിരിക്കണം? ഒരേ പ്ലെയിനിൽ തന്നെ ആയിരിക്കണം. പിന്നെ മെയിൻ പോയിന്റ് എന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഓക്കെ, ഇനി ഈ റിഫ്ലക്ഷന്റെ ഏറ്റവും വലിയ ആപ്ലിക്കേഷൻ ആണ് എന്ത്? വിസിബിലിറ്റി ഓഫ് ഒബ്ജക്ട്. നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ കാണുന്നത് എപ്പോഴാണ്? ഏതെങ്കിലും ഒരു ലൈറ്റ് സോഴ്സിൽ നിന്നുള്ള ലൈറ്റ് വന്നിട്ട് ഒബ്ജക്റ്റിൽ തട്ടി തിരിച്ച് നമ്മുടെ കണ്ണിലോട്ട് വന്ന് വീഴുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ആ ഒബ്ജക്റ്റിനെ കാണുന്നത്. സോ നമുക്കൊരു വൈറ്റ് ലൈറ്റ് വന്നിട്ട് എന്ത് ചെയ്യാണ്? റെഡ് ഒബ്ജക്റ്റിൽ വന്ന് വീഴുകയാണ്. അങ്ങനെയാണെങ്കിൽ ആരൊക്കെ കാണും? വിബ്ജിയോർ, 7 കളേഴ്സും കാണും. ഓക്കെ, വിബ്ജിയോർ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. പക്ഷെ ഈ വരുന്നതിനകത്ത് നിന്ന് റെഡിനെ മാത്രമേ ഈ ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നുള്ളൂ? റിഫ്ലക്ട് ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാ കളേഴ്സിനെയും എന്ത് ചെയ്യും? ആ ഒബ്ജക്റ്റ് അബ്സോർബ് ചെയ്യും. സോ ഈ ഒബ്ജക്റ്റിൽ നിന്നും റിഫ്ലക്ട് ചെയ്യുന്ന റെഡ് മാത്രമേ നമ്മുടെ കണ്ണിൽ വീഴത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ആ ഒബ്ജക്റ്റിനെ റെഡ് കളറിൽ കാണുന്നത്. എന്തുകൊണ്ടാണ് അപ്പൊ റെഡ് കളറിൽ ഒബ്ജക്റ്റ് റെഡ് കളറിൽ തന്നെ കാണുന്നത്? അത് ഈ വന്ന് വീഴുന്ന ലൈറ്റിനകത്ത് എല്ലാ ലൈറ്റിനെയും അത് അബ്സോർബ് ചെയ്യും. ഏതൊഴികെ? റെഡ് ഒഴികെ. റെഡിനെ മാത്രം റിഫ്ലക്ട് ചെയ്യും. ആ ഒബ്ജക്റ്റിൽ നിന്ന് പുറത്തു വരുന്നത് ആര് മാത്രമായിരിക്കും? റെഡ് മാത്രമായിരിക്കും. അതുകൊണ്ടാണ് അത് റെഡ് കളറിൽ കാണുന്നത്. സോ ഗ്രീൻ ഒബ്ജക്റ്റ് ഏതിനെയായിരിക്കും റിഫ്ലക്ട് ചെയ്യുന്നത്? ഗ്രീൻ ഒബ്ജക്റ്റ് എപ്പോഴും ഗ്രീനെ മാത്രമേ റിഫ്ലക്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ, സോ വയലറ്റ് ഒബ്ജക്റ്റ് ഏത് കളറിനെ മാത്രമേ റിഫ്ലക്ട് ചെയ്യത്തുള്ളൂ? വയലറ്റിനെ മാത്രമേ റിഫ്ലക്ട് ചെയ്യത്തുള്ളൂ. ബാക്കി ഏത് കളർ വന്നാലും എന്ത് ചെയ്യും? അത് അബ്സോർബ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വരുന്ന കളർ എന്ന് പറയുന്നത്, വരുന്ന ലൈറ്റ് എന്ന് പറയുന്നത് റെഡ് ലൈറ്റ് ആണെന്നിരിക്കട്ടെ. വരുന്ന ലൈറ്റ് റെഡ് ലൈറ്റ് ആണ്. ഇരിക്കുന്ന ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഗ്രീൻ ആണെങ്കിൽ നമ്മൾ ഏത് കളറിൽ കാണും? ഗ്രീൻ ഒബ്ജക്റ്റ് റെഡിനെ അബ്സോർബ് ചെയ്യുവോ റിഫ്ലക്ട് ചെയ്യുവോ? ഓഫ് കോഴ്സ് അത് അബ്സോർബ് ചെയ്യത്തുള്ളൂ. കാരണം ഗ്രീൻ ഒബ്ജക്റ്റ് എപ്പോഴും ഗ്രീനെ മാത്രമേ റിഫ്ലക്ട് ചെയ്യൂ. അതുകൊണ്ട് എന്ത് ചെയ്യും? റെഡിനെ അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് തന്നെ കളർ ഒന്നും പുറത്തു വരാനില്ല. കളറിന്റെ ആബ്സെൻസ് ആണ് എന്ത്? ബ്ലാക്ക്. സോ എല്ലാ കളറിനെ അബ്സോർബ് ചെയ്യുന്ന ഒബ്ജക്റ്റ് എന്ത് കളറിലായിരിക്കും? ബ്ലാക്ക് കളറിലായിരിക്കും.
അല്ലെങ്കിൽ വരുന്ന ലൈറ്റിനെ ആ ഒബ്ജക്റ്റ് അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ എന്ത് കളറിൽ കാണും? ബ്ലാക്ക് കളറിൽ കാണും. ഇനി എല്ലാ കളറിനെയും റിഫ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എല്ലാത്തിനെയും റിഫ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏത് കളറിൽ കാണും? വൈറ്റ് കളറിൽ കാണും. എല്ലാ ലൈറ്റിനെയും റിഫ്ലക്ട് ചെയ്യുന്ന ഒബ്ജക്റ്റ് എപ്പോഴും വൈറ്റ് കളറിൽ കാണും. ഓക്കെ, ഒന്നുകൂടെ നോക്കാം. വരുന്നത് ഗ്രീൻ ലൈറ്റ് ആണ്. ഇരിക്കുന്ന ഒബ്ജക്റ്റ് ബ്ലൂ ആണെങ്കിൽ ഏത് കളറിൽ കാണും? ബ്ലാക്ക് കളറിൽ കാണും. ഓക്കെ, കാരണം എന്താ? ബ്ലൂ ഒബ്ജക്റ്റ് ബ്ലൂ കളറിനെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? റിഫ്ലക്റ്റ് ചെയ്യത്തുള്ളൂ. ബ്ലൂ കളറിനെ മാത്രമേ റിഫ്ലക്റ്റ് ചെയ്യത്തുള്ളൂ. സോ വരുന്ന ലൈറ്റ് ഓറഞ്ച് ആണ്. ഓറഞ്ച് ലൈറ്റ് ആണ് വരുന്നത്. ഇരിക്കുന്ന ഒബ്ജക്റ്റ് റെഡ് ആണെങ്കിൽ ഏത് കളറിൽ കാണും? ബ്ലാക്ക് കളറിൽ തന്നെ കാണും. കാരണം റെഡ് ഒബ്ജക്റ്റ് റെഡിനെ മാത്രമേ റിഫ്ലക്ട് ചെയ്യത്തുള്ളൂ. ഓറഞ്ചിനെ എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. വേറെ കളറൊന്നും ഇല്ലാത്തതുകൊണ്ട് ബ്ലാക്ക് കളറായിട്ട് കാണും. വരുന്നത് റെഡ് ലൈറ്റും ഇരിക്കുന്നത് യെല്ലോ ഒബ്ജക്റ്റും ആണെങ്കിൽ റെഡ് കളറിലായിരിക്കും കാണുന്നത്. കാരണം യെല്ലോ ഒബ്ജക്റ്റിന് റെഡിനെയും ഗ്രീനെ റിഫ്ലക്ട് ചെയ്യാൻ പറ്റും. ഇനി വരുന്ന ലൈറ്റ് റെഡും മജൻ്റ ഒബ്ജക്റ്റ് ആണെങ്കിൽ റെഡ് കളറിൽ തന്നെ കാണും. കാരണം എന്താ? മജൻ്റയ്ക്ക് റെഡിനെയും ബ്ലൂവിനെയും റിഫ്ലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ വരുന്നത് യെല്ലോ ലൈറ്റ് ആണ്. ഇരിക്കുന്നത് റെഡ് ഒബ്ജക്റ്റ് ആണെങ്കിൽ ഏത് കളറിൽ കാണും? റെഡ് കളറിൽ കാണും. വരുന്നത് മജന്റ ലൈറ്റ് ആണ്. ഇരിക്കുന്നത് റെഡ് ഒബ്ജക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? റെഡ് കളറിൽ കാണും. ഓക്കെ, വരുന്നത് സിയാൻ ആണ്. ഒബ്ജക്റ്റ് ബ്ലൂ ആണെങ്കിൽ എന്ത് കളറിൽ കാണും? ബ്ലൂ കളറിൽ കാണും. വരുന്നത് സിയാൻ ആണ്. ഇരിക്കുന്ന ഒബ്ജക്റ്റ് ഗ്രീൻ ആണെങ്കിൽ എന്ത് ചെയ്യും? ഗ്രീൻ കളറിൽ കാണും. കാരണം സെക്കൻഡറി കളേഴ്സിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ബാക്കി രണ്ട് കളറും കൂടെ കാണും അല്ലെ? യെല്ലോ ലൈറ്റിനകത്ത് ഓൾറെഡി റെഡും ഗ്രീനും ഉണ്ട്. സോ റെഡ് ഒബ്ജക്റ്റ് ആണെങ്കിൽ യെല്ലോ ലൈറ്റിനകത്ത് റെഡിനെ റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, ഗ്രീൻ ഒബ്ജക്റ്റ് ആണെങ്കിൽ യെല്ലോക്കകത്ത് ഗ്രീനെ റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, സോ ഈ ട്രയാങ്കിളിനകത്ത് തന്നെ നമുക്ക് ആൻസർ കിട്ടും. റെഡ് ഒബ്ജക്റ്റ് ആണെങ്കിൽ യെല്ലോ ലൈറ്റിൽ റെഡ് കളറിൽ കാണും. ഗ്രീൻ ഒബ്ജക്റ്റ് ആണെങ്കിൽ യെല്ലോ ലൈറ്റിൽ ഗ്രീനിൽ കാണും. ഇനി സിയാൻ ഒബ്ജക്റ്റ് ആണെങ്കിൽ ഗ്രീൻ ലൈറ്റിൽ ഗ്രീനിൽ കാണും, ബ്ലൂ ലൈറ്റിൽ ബ്ലൂയിൽ കാണും. പക്ഷെ റെഡ് ആണെങ്കിലോ, സിയാൻ ലൈറ്റ് റെഡ് ഒബ്ജക്റ്റ് ആണെങ്കിൽ എന്തായിരിക്കും? ബ്ലാക്ക് കളർ ആയിരിക്കും. ഇനി നോക്കേ, രണ്ട് കളേഴ്സ് ചേർന്ന് കഴിഞ്ഞാൽ വൈറ്റ് കളർ ആണ് കിട്ടുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കോംപ്ലിമെന്ററി കളേഴ്സ്. രണ്ട് ലൈറ്റ് ചേർന്നിട്ട് വൈറ്റ് കളേഴ്സ് കിട്ടുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കോംപ്ലിമെന്ററി കളേഴ്സ്. ഇവിടെ നോക്കാം, നമ്മുടെ ഒരു സെക്കൻഡറി കളറും അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന പ്രൈമറി കളറും ചേർന്നാൽ എപ്പോഴും എന്ത് കിട്ടും? വൈറ്റ് കളർ കിട്ടും. അല്ലെങ്കിൽ റെഡും ഗ്രീനും ബ്ലൂവും ചേർന്ന് കഴിഞ്ഞാൽ വൈറ്റ് ലൈറ്റ് ആയിരിക്കും. യെല്ലോ, മജന്റ, സിയാൻ ചേർന്നാലും വൈറ്റ് ലൈറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ സിയാനകത്ത് ഓൾറെഡി ഗ്രീനും ബ്ലൂവും ഉണ്ട്. പിന്നെ റെഡ് കൂടെ വന്നാൽ എന്തായി? വൈറ്റ് ആയി. സോ നമ്മൾ ഇങ്ങനെ ഓർത്ത് വെക്കുക, ഏതെങ്കിലും ഒരു സെക്കൻഡറി കളറും അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോർണറും അല്ലെ? സിയാൻ പ്ലസ് റെഡ് എന്തായിരിക്കും? വൈറ്റ് ആയിരിക്കും. സോ സിയാനും റെഡും കോംപ്ലിമെന്ററി കളേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ യെല്ലോ ലൈറ്റും ബ്ലൂ ലൈറ്റും ചേർന്നാലും എന്താണ്? വൈറ്റ് ലൈറ്റ് കിട്ടും. യെല്ലോയും ബ്ലൂവും കോംപ്ലിമെന്ററി കളേഴ്സ് ആണ്. മജന്റയും ഗ്രീനും എന്താണ്? വൈറ്റ് ലൈറ്റ് കിട്ടും. സോ മജന്റയും ഗ്രീനും എന്താണ്? കോംപ്ലിമെന്ററി കളേഴ്സ് ആണ്. ഇനി നോക്കിയേ, യെല്ലോയും മജന്റയും ചേർന്നാൽ അതിന്റെ കോമൺ ആയിട്ട് വരുന്ന കോർണറിലെ കളർ കിട്ടും. ഓക്കെ, സോ യെല്ലോ ലൈറ്റും മജന്റ ലൈറ്റും കൂടെ ചേർന്നാൽ കിട്ടുന്ന കളർ എന്തായിരിക്കും? റെഡ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ യെല്ലോ ലൈറ്റും സിയാൻ ലൈറ്റും കൂടെ ചേർന്നാൽ കിട്ടുന്നത് എന്തായിരിക്കും? ഗ്രീൻ ആയിരിക്കും. മജന്റ ലൈറ്റും സിയാൻ ലൈറ്റും കൂടെ ചേർന്നാൽ കിട്ടുന്നത് എന്തായിരിക്കും? ബ്ലൂ ആയിരിക്കും. സോ ഇത്രയും ക്വസ്റ്റ്യൻ എവിടുന്ന് കിട്ടും? ഈ ഒരൊറ്റ ട്രയാങ്കിളിൽ നിന്ന് കിട്ടും. ഈ ട്രയാങ്കിൾ ഒന്ന് നോക്കി വെക്കുക. അതിനകത്ത് തന്നെ കോംപ്ലിമെന്ററി കളേഴ്സ് കിട്ടുന്നുണ്ട്. പല ലൈറ്റിനകത്ത് പല ഒബ്ജക്റ്റ് ഏത് കളറിൽ കാണുന്നു എന്നുള്ളത് കിട്ടുന്നുണ്ട്. പിന്നെ രണ്ട് ലൈറ്റ് ചേർന്നാൽ ഉണ്ടാവുന്ന പുതിയ ലൈറ്റ് ഏതാണെന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ ആണല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. നെക്സ്റ്റ് അടുത്ത ഫിനോമിനാണ് റിഫ്രാക്ഷൻ. ഓക്കെ, എന്താണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്? നമുക്കറിയാം, ലിയോൺ ഫുൾക്കോട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഓരോ മീഡിയത്തിലും ലൈറ്റിന്റെ വെലോസിറ്റി ഓരോന്നായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, സോ ഒരു മീഡിയത്തിൽ നിന്നും വേറൊരു മീഡിയത്തിലോട്ട് പോകുമ്പോൾ, ഓക്കെ, ഒരു മീഡിയത്തിൽ നിന്നും വേറൊരു മീഡിയത്തിലോട്ട് പോകുമ്പോൾ വെലോസിറ്റിയും വേരി ചെയ്യും, അതുപോലെ അതിന്റെ പാത്തും വേരി ചെയ്യും. അങ്ങനെ പാത്ത് വേരി ചെയ്യുന്നതിനെ പറഞ്ഞ പേരാണ് റിഫ്രാക്ഷൻ. ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്നും വേറൊരു മീഡിയത്തിലോട്ട് പോകുമ്പോൾ ലൈറ്റിന്റെ പാത്ത് വേരി ചെയ്യുന്നതിനെ പറഞ്ഞ പേരാണെന്ത്? റിഫ്രാക്ഷൻ. ഓക്കെ, ഇനി ലോ ഓഫ് റിഫ്രാക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ലോ ഓഫ് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ സ്നെൽസ് ലോ. ഓക്കെ, ലോ ഓഫ് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ സ്നെൽസ് ലോ. നമുക്ക് ചോദ്യം ഇങ്ങനെയും വരാം, സ്നെൽസ് ലോ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? റിഫ്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഇവിടെയും എന്താണ്? ഇൻസിഡന്റ് റേ. വരുന്ന റേ എന്തായിരിക്കും? ഇൻസിഡന്റ് റേ 90 ഡിഗ്രി വരയ്ക്കുന്നത് എന്തായിരിക്കും? നോർമൽ ആയിരിക്കും. ഇൻസിഡന്റ് റേയും നോർമലും കൂടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ആയിരിക്കും.
നോർമലും റിഫ്രാക്റ്റഡ് റേ, ഇവിടെ റിഫ്രാക്ട് ചെയ്ത് പോകുന്ന റേ ആണ്. സോ റിഫ്രാക്റ്റഡ് റേയും മേക്ക് ചെയ്യുന്ന ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സ്നെൽസ് ലോ പറയുന്നത് ഇതാണ്, സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് നോൺ ആസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? ആ മീഡിയത്തിൽ കൂടി ലൈറ്റിന്റെ വെലോസിറ്റി എങ്ങനെയായിരിക്കും എന്ന് കാണിക്കുന്ന ഒരു ഇൻഡെക്സ് ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുകയാണെങ്കിൽ ലൈറ്റിന്റെ വെലോസിറ്റി കുറയും. അപ്പൊ ലൈറ്റിന്റെ വെലോസിറ്റി എന്തായിരിക്കും? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുന്നതനുസരിച്ച് ലൈറ്റിന്റെ വെലോസിറ്റി കുറയും, മീഡിയത്തിനകത്ത് ലൈറ്റിന്റെ വെലോസിറ്റി കുറയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റേഷ്യോ ഓഫ് സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു ദ സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആണ്. അതെന്തായിരിക്കും? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും. ഓക്കെ, ഇനി നോക്കാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒന്ന് നോക്കാം. ഇനി എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ എടുക്കുന്നത് 1 ആയിട്ടാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഗ്ലാസിൻ്റെത് 1.5 ആണ്, വാട്ടറിൻ്റെത് 1.3 ആണ്. അങ്ങനെയാണെങ്കിൽ ഡയമണ്ടിൻ്റെത് 2.4 ആണ്. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ളത് ഡയമണ്ടിനാണ്. അതുകൊണ്ട് തന്നെ ലൈറ്റിന്റെ വെലോസിറ്റി ഏറ്റവും കുറവ് എവിടെ ആയിരിക്കും? ഡയമണ്ടിലായിരിക്കും. ഏറ്റവും കുറച്ച് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ളത് എവിടാണ്? എയറിലാണ്. അതുകൊണ്ട് ലൈറ്റിന്റെ ഏറ്റവും വെലോസിറ്റി കൂടുതൽ എയറിലായിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നോക്കുക റിഫ്രാക്ഷന്റെ ആപ്ലിക്കേഷൻസ് ആണ്. നമുക്ക് റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കേണ്ടത്. നമുക്ക് ഓരോ ഫിനോമിനൻസും തരും. ഓക്കെ, അല്ലെങ്കിൽ എക്സാമ്പിൾ തരും. അത് ഏത് ഫിനോമിനൻ കാരണമാണെന്ന് ചോദ്യം വരും. ഓക്കെ, ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ്, നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് എന്തുകൊണ്ടാണ്? റിഫ്രാക്ഷൻ. നക്ഷത്രങ്ങൾ തിളങ്ങുന്നതായിട്ട് കാണുന്നത് റിഫ്രാക്ഷൻ കാരണമാണ്. അതുപോലെ ഒരു വാട്ടറിൽ ഒബ്ജക്റ്റ് വെച്ചിരുന്നു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നത് പോലെ തോന്നും? ബെൻഡ് ചെയ്തിരിക്കുന്നതായിട്ട് തോന്നും. ഓക്കെ, അതിന് കാരണം എന്താണ്? റിഫ്രാക്ഷൻ ആണ്. അതുപോലെ നമ്മളൊരു ഒബ്ജക്റ്റ് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു കഴിഞ്ഞാൽ അതിന് ഡെപ്ത് കുറവായിട്ട് തോന്നും. നമ്മൾ ചില കുളത്തിന്റെ ഒക്കെ അടുത്ത് ചെല്ലുമ്പോഴത്തേന് അപ്പന്മാരൊക്കെ പറയും അതിനകത്തൊരു കമ്പിട്ട് കുത്തി നോക്കിയിട്ട് ഇറങ്ങാവൂ, അവിടെ ആഴം കൂടുതലാണ്. നമ്മൾ നോക്കുമ്പോൾ അടുത്തട്ടൊക്കെ നല്ല രീതിയിൽ മുകളിൽ തെളിഞ്ഞു കാണുന്നുണ്ട്, ആഴം ഭയങ്കര കുറവായിട്ട് തോന്നും. സോ അപ്പാരന്റ് ഡെപ്ത് ഓഫ് വാട്ടർ ബോഡീസിന് കാരണം എന്താണ്? റിഫ്രാക്ഷൻ ആണ്. ഓക്കെ, മിറാഷ്, ഓക്കെ, മരീചിക, അതിന് കാരണം എന്താണ്? റിഫ്രാക്ഷൻ ആണ്. ഓക്കെ, PSCയുടെ ഒക്കെ ഓപ്ഷനകത്ത് റിഫ്രാക്ഷൻ മാത്രമേ കാണൂ. ബട്ട് അതിന്റെ ആക്ച്വൽ ആൻസർ എന്ന് പറയുന്നത് റിഫ്രാക്ഷൻ ആൻഡ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. റിഫ്രാക്ഷൻ ആൻഡ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫാറ്റ മോർഗാന. ഓക്കെ, ഫാറ്റ മോർഗാന. ഓക്കെ, അതായത് നമ്മള് നല്ല വെയിലുള്ള സമയത്ത് കടൽ തീരത്തൊക്കെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ബോട്ടൊക്കെ പോകുന്നത് അല്ലെങ്കിൽ കപ്പലൊക്കെ പോകുന്നത് കടലിൽ നിന്ന് കുറച്ച് പൊങ്ങി കാണുന്ന, അല്ലെ, ആകാശത്തൂടെ പോകുന്നത് പോലൊരു ഫീലിംഗ് വരും. വലിയ ഹൈറ്റിലല്ല എങ്കിലും ചെറിയൊരു കടലിന്റെ നിരപ്പിൽ നിന്ന് കുറച്ച് ഉയർന്നത് കാണപ്പെടും. ആ ഫിനോമിന പറയുന്ന പേരാണ് ഫാത്ത മോർഗാന. അതിനും റീസൺ എന്താണ്? റിഫ്രാക്ഷൻ ആൻഡ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. ഓക്കെ, അപ്പം റിഫ്രാക്ഷൻ ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്ത ഫിനോമിനാണ് ഡിഫ്രാക്ഷൻ. ഓക്കെ, ഒബ്ജക്റ്റിന്റെ എഡ്ജസിൽ തട്ടി ലൈറ്റ് എന്ത് ചെയ്യും? അതിന്റെ ഷാഡോയിലോട്ട് വീഴുന്നതിനെ പറയുന്ന പേരാണെന്ത്? ഡിഫ്രാക്ഷൻ. ഒബ്ജക്റ്റിന്റെ എഡ്ജസിൽ തട്ടിയിട്ട് ലൈറ്റ് എന്ത് ചെയ്യും? അതിന്റെ ഷാഡോയിലോട്ട് പാറ്റേൺസ് ഫോം ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഡിഫ്രാക്ഷൻ. നോക്കേ, എപ്പോഴും നിഴലുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു ക്ലീൻ ബൗണ്ടറി കാണത്തില്ല. അത് എപ്പോഴും എന്തായിരിക്കും? ഡാർക്ക് ആയിട്ടുള്ള ഒരു റീജിയൻ കാണും, അതിനുശേഷം ലൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡാർക്ക്നെസ് കുറഞ്ഞ റീജിയൻസിലോട്ട് ഇങ്ങനെ പോകുന്നത് കാണാം, ഒരു പാറ്റേൺ ഫോം ചെയ്യുന്നത് കാണാം. ഇതിന് മെയിൻ റീസൺ എന്താണ്? ഡിഫ്രാക്ഷൻ ആണ്. കാരണം ലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ബെൻഡ് ചെയ്ത് ആ ഷാഡോസിലോട്ട് വീഴുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു പാറ്റേൺ ഫോം ചെയ്യുന്നത്. സോ ഷാഡോസിന് റെഗുലർ ബൗണ്ടറി ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാലും ആൻസർ എന്താണ്? ഡിഫ്രാക്ഷൻ ആണ്. ഓക്കെ, എന്താണ്? ഡിഫ്രാക്ഷൻ ആണ്. ഇനി സീഡിക്കാത്ത കളർ പാറ്റേൺസിന് കാരണം എന്താണ്? ഡിഫ്രാക്ഷൻ ആണ്. ഓക്കെ, ഫിലിം പ്രൊജക്ടേഴ്സിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ഡിഫ്രാക്ഷൻ ആണ്. ഓക്കെ, അപ്പം സിഡിനകത്ത് കളർ പാറ്റേൺസും ഫിലിം പ്രൊജക്ടേഴ്സും സൺലൈറ്റിനകത്ത് റിങ്സും എല്ലാം കാരണം എന്താണ്? ഡിഫ്രാക്ഷൻ ആണ്. അതുപോലെ കൃത്യമായിട്ട് ഷാഡോസിനകത്ത് ബൗണ്ടറി ഇല്ലാത്തതും എന്താണ്? ഡിഫ്രാക്ഷൻ ആണ്. ഓക്കെ, സൺലൈറ്റിനകത്ത് ആ റിങ്സ് ഫോം ചെയ്യുന്നതിന് കാരണം എന്താണ്? ഡിഫ്രാക്ഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഫിനോമിനാണ് സ്കാറ്ററിങ്. ഓക്കെ, സ്കാറ്ററിങ് പറയുമ്പോൾ നമ്മൾ ഈ ഫിനോമിനകത്തൊക്കെ ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ വരുന്നത് ആർക്കാണ്, ഏറ്റവും കുറവ് ഡീവിയേഷൻ വരുന്ന ആർക്കാണെന്നും കൂടെ നോക്കണം.
നമുക്ക് ചെറിയൊരു കഥ കൂടി പറഞ്ഞു തരാം. നമ്മളൊരു ഓട്ട മത്സരം നടത്തുകയാണ്. ഓക്കെ, ആരൊക്കെയാണ്? വിബ്ജിയോർ ആണ്. ലൈറ്റിന്റെ വിവിധ നിറങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ഈ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഓക്കെ, ഞാൻ ഇവിടെ ഈ വിബ്ജിയോറിനെ നിർത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കളേഴ്സിനെ നിർത്തിയിരിക്കുന്നത്, ലൈറ്റിനെ നിർത്തിയിരിക്കുന്നത് നീളത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, അപ്പൊ ഏറ്റവും നീളം കുറഞ്ഞ ആളിനെയാണ് ഞാൻ ആദ്യം നിർത്തിയിരിക്കുന്നത്. അതേക്കാൾ കുറച്ചുകൂടെ നീളമുള്ള ആളിനെ രണ്ടാമത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും നീളം കൂടിയ ആളാണ് ഏറ്റവും അവസാനം നിൽക്കുന്നത്. നോക്കുക, അങ്ങനെയാണെങ്കിൽ ഈ ലൈറ്റിനകത്ത് ഏറ്റവും നീളം കുറഞ്ഞത് ആരാണ്? വയലറ്റ് ആണ്. ഓക്കെ, അപ്പം നീളം എന്ന് പറയുന്നത് എന്താണ്? വേവ് ലെങ്ത്. വേവ് ലെങ്ത് ഏറ്റവും കുറവ് ആർക്കാണ്? വേവ് ലെങ്ത് ഏറ്റവും കുറവ് ആർക്കാണ്? വയലറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ വേവ് ലെങ്ത് ഏറ്റവും മാക്സിമം ആരാണ്? റെഡ് ആണ്. വേവ് ലെങ്ത് ഏറ്റവും മാക്സിമം റെഡും, വേവ് ലെങ്ത് ഏറ്റവും മിനിമം ആരാണ്? വയലറ്റുമാണ്. ഓക്കെ, ഇനി ഇവർ ഓടുകയാണ്. ഓടുമ്പോ എന്തുണ്ട്? ഒരുപാട് മതിലുകളൊക്കെ ചാടി വേണം ഓടാൻ. ഓക്കെ, ഡിഫറെന്റ് ആയിട്ടുള്ള ഹൈറ്റുള്ള മതിലുകളൊക്കെ ചാടി വേണം ഇവർ ഓടിപ്പോവാൻ. ഇവർ വന്ന് നിൽക്കുമ്പം ഇവരുടെ വേവ് ലെങ്തിന്റെ അനുസരിച്ചുള്ള, അല്ലെങ്കിൽ ഇവരുടെ ഹൈറ്റിന്റെ അനുസരിച്ചുള്ള മതിലെത്തുമ്പോഴത്തേന് ഇവർ ഡീവിയേറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ സ്റ്റോപ്പ് ആയി പോകും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഓട്ട മത്സരത്തിൽ ആരായിരിക്കും ജയിക്കുന്നത്? ഉറപ്പായിട്ടും റെഡ് ആയിരിക്കും ജയിക്കുന്നത്. അതായത് ഈ ഫിനോമിനൻസിലൊക്കെ ഡീവിയേഷൻ ഏറ്റവും കുറവുള്ള ആളാണ് റെഡ്. ക്ലിയർ ആണോ? ഏറ്റവും പെട്ടെന്ന് ഡീവിയേറ്റ് ചെയ്യുന്ന ആളാണ് ആര്? വയലറ്റ്. അല്ലെങ്കിൽ ഡീവിയേഷൻ ഏറ്റവും കൂടുതലുള്ള ആളാണ് വയലറ്റ്. ഓക്കെ, സോ ഇത് തന്നെയാണ് സ്കാറ്ററിംഗും പറയുന്നത്. ഈ ലൈറ്റിന്റെ വേവ് ലെങ്തിന്റെ ഓർഡറിലുള്ള പാർട്ടിക്കിൾസിൽ തട്ടി എന്ത് ചെയ്യും? ലൈറ്റ് ഡീവിയേറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് സ്കാറ്ററിംഗ്. ലൈറ്റിന്റെ വേവ് ലെങ്തിന്റെ ഓർഡറിലുള്ള, അല്ലെങ്കിൽ നീളത്തിന്റെ ഓർഡറിലുള്ള പാർട്ടിക്കിളിൽ തട്ടി എന്ത് ചെയ്യും? ലൈറ്റ് ഡീവിയേറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണെന്ത്? സ്കാറ്ററിംഗ്. ക്ലിയർ ആണല്ലോ? അപ്പൊ സ്കാറ്ററിംഗ് ഏറ്റവും കൂടുതൽ നടക്കുന്ന ആർക്കായിരിക്കും? വയലറ്റിനായിരിക്കും. ഏറ്റവും കുറച്ച് നടക്കുന്ന ആർക്കായിരിക്കും? റെഡിനായിരിക്കും. നമുക്ക് അതിൽ നിന്ന് തന്നെ അടുത്ത ക്വസ്റ്റ്യൻ കിട്ടും. നമ്മുടെ അപകട സിഗ്നലുകൾക്ക്, ഡേഞ്ചർ സിഗ്നൽസിന് റെഡ് ലൈറ്റ് കൊടുക്കാൻ എന്താണ് കാരണം? എന്താണ് കാരണം? ലീസ്റ്റ് സ്കാറ്ററിംഗ് ഏതിനായിരിക്കും? റെഡിനായിരിക്കും. ലാർജസ്റ്റ് സ്കാറ്ററിംഗ് ലൈറ്റ് ഏതാണ്? വയലറ്റ് ആണ്. വയലറ്റിനാണ് ഏറ്റവും കൂടുതൽ സ്കാറ്ററിംഗ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഏറ്റവും കുറച്ച് സ്കാറ്ററിംഗ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആർക്കാണ്? റെഡിനാണ്. അതുകൊണ്ടാണ് അപകടങ്ങൾക്ക് റെഡ് സിഗ്നൽ കൊടുക്കുന്നത്, അല്ലെങ്കിൽ റെഡ് ലൈറ്റ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം വേവ് ലെങ്ത് ഏറ്റവും കുറവ് വയലറ്റിനും, വേവ് ലെങ്ത് ഏറ്റവും കൂടുതൽ റെഡിനുമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഫ്രീക്വൻസി ന്യൂ ഇസ് ഈക്വൽ ടു വി ബൈ ലാംഡ. ലാംഡ എന്ന് പറഞ്ഞാൽ നമ്മുടെ വേവ് ലെങ്ത് ആണെന്ന് നമുക്ക് അറിയാലോ. സോ വേവ് ലെങ്ത് കുറയുമ്പം ഫ്രീക്വൻസി കൂടും. വേവ് ലെങ്ത് കുറയുമ്പം ഫ്രീക്വൻസി കൂടും. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി മാക്സിമം ആർക്കായിരിക്കും? വേവ് ലെങ്ത് ഏറ്റവും കുറഞ്ഞത് ആരാ? വയലറ്റ്. വയലറ്റിനായിരിക്കും ഫ്രീക്വൻസി മാക്സിമം. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി മിനിമം ആരായിരിക്കും? വേവ് ലെങ്ത് ഏറ്റവും കൂടിയ റെഡിനായിരിക്കും ഫ്രീക്വൻസി മിനിമം. അങ്ങനെയാണെങ്കിൽ എനർജിയുടെ ഇക്വേഷൻ കൂടെ നോക്കാം. E is equal to h nu. ഓക്കെ, എനർജിയുടെ ഇക്വേഷൻ എന്താണ്? E is equal to h nu. സോ ഫ്രീക്വൻസി ഏറ്റവും കൂടിയ ആൾക്കായിരിക്കും എനർജി മാക്സിമം. അങ്ങനെയാണെങ്കിൽ ആർക്കായിരിക്കും എനർജി മാക്സിമം? നമുക്കറിയാം ആരാണ് ഫ്രീക്വൻസി കൂടുതലുള്ളത്? വയലറ്റ്. വയലറ്റിനാണ് എനർജി മാക്സിമം. എങ്കിൽ എനർജി മിനിമം ആർക്കായിരിക്കും? ഫ്രീക്വൻസി മിനിമം ഉള്ള ആൾക്കായിരിക്കും. ആർക്കാണ്? റെഡ്. ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്കാറ്ററിംഗ് ഏറ്റവും കൂടുതൽ വയലറ്റും, സ്കാറ്ററിംഗ് ഏറ്റവും കുറവ് റെഡുമാണ്. ഇനി നോക്കാം സ്കാറ്ററിംഗിന്റെ ആപ്ലിക്കേഷൻ. ബ്ലൂ കളർ ഓഫ് സ്കൈ. സ്കൈയുടെ നീല നിറത്തിന് കാരണം, സ്കൈ ബ്ലൂവിന്റെ കാരണം എന്താണ്? സ്കാറ്ററിംഗ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ബ്ലൂ കളർ ഓഫ് സ്കൈ എക്സ്പ്ലെയിൻ ചെയ്തത് റെയ്ലേ എന്ന സയന്റിസ്റ്റ് ആണ്. റെയ്ലേ എന്ന സയന്റിസ്റ്റ് ആണ് എന്ത് ചെയ്തത്? നമ്മുടെ സ്കൈ ബ്ലൂ എക്സ്പ്ലെയിൻ ചെയ്തത്. അതുകൊണ്ട് നമ്മൾ എന്ത് വിളിക്കും? റെയ്ലേ ഇഫക്റ്റ് എന്നും വിളിക്കാറുണ്ട്. അപ്പം സ്കൈ ബ്ലൂവിന് കാരണം എന്താണ്? സ്കാറ്ററിംഗ് അല്ലെങ്കിൽ റെയ്ലേ ഇഫക്റ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബ്ലൂ കളർ ഓഫ് സീ എന്താണ്? അതും സ്കാറ്ററിംഗ് തന്നെയാണ്. ഓക്കെ, ലൈറ്റിന്റെ സ്കാറ്ററിംഗ് തന്നെയാണ്. എന്ത് ചെയ്യും? ലൈറ്റ് പാർട്ടിക്കിള് എന്ത് ചെയ്യും? ലൈറ്റ് വാട്ടറിന്റെ സർഫസിൽ കൂടെ പോവാൻ നേരത്ത് എന്ത് ചെയ്യും? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ ഒക്കെ എന്ത് ചെയ്യും? അവിടെ ട്രാപ്ഡ് ആയി പോവും. സ്കാറ്ററിംഗ് കാരണം ട്രാപ്ഡ് ആയി പോവും. പക്ഷേ യെല്ലോ, ഓറഞ്ച്, റെഡ് ഒക്കെ എന്ത് ചെയ്യും? സ്കാറ്ററിംഗിൽ കുറവായതുകൊണ്ട്, ഡീവിയേഷൻ കുറവായതുകൊണ്ട് എന്ത് ചെയ്യും? അവർ ട്രാവൽ ചെയ്തങ്ങ് പോകും. നമ്മൾ നോക്കുമ്പോൾ ട്രാപ്പ് ആയി കിടക്കുന്ന വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ എല്ലാം ചേർന്ന ഒരു കളർ ആയിരിക്കും കാണുന്നത്. അതാണ് സീയും സ്കൈയും ബ്ലൂ കളർ കാണുന്നത്. ഓക്കെ, അപ്പം ഈ ബ്ലൂ കളർ സീ എക്സ്പ്ലെയിൻ ചെയ്തത് CV രാമനാണ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്ത് വിളിക്കും? രാമൻ ഇഫക്റ്റ് എന്ന് വിളിക്കും. സോ സ്കൈ ബ്ലൂവിന് കാരണം എന്താണ്? സ്കാറ്ററിംഗ് അല്ലെങ്കിൽ റെയ്ലേ ഇഫക്റ്റ്. ബ്ലൂ കളർ സീ കാരണം എന്താണ്? സ്കാറ്ററിംഗ് അല്ലെങ്കിൽ രാമൻ ഇഫക്റ്റ്. ഓക്കെ ആണല്ലോ? ഇനി നോക്കിയേ, നമ്മുടെ
ഈ വിബ്ജിയോർ അല്ലെങ്കിൽ വൈറ്റ് ലൈറ്റ് എന്തെങ്കിലും കാരണത്താൽ ഏതെങ്കിലും ഫിനോമിനൻ കാരണം 7 കളറായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഡിസ്പേർഷൻ. സോ എന്ത് ഫിനോമിനൻ കാരണമായാലും ലൈറ്റ് അതിന്റെ 7 നിറങ്ങളിലോട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടോ, 7 കളറായിട്ട് മാറിയിട്ടുണ്ടോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ഡിസ്പേർഷൻ എന്ന് വിളിക്കും. സോ റെയിൻബോയ്ക്ക് കാരണം എന്താണ്? ഡിസ്പേർഷൻ ആണ്. ഈ ഡിസ്പേർഷനെ പറ്റി ആദ്യമായിട്ട് പറഞ്ഞതും ആരാണ്? സർ ഐസക് ന്യൂട്ടൺ തന്നെയാണ് പറഞ്ഞത്. സോ റെയിൻബോയ്ക്ക് കാരണവും ഡിസ്പേർഷൻ ആണ്. ഈ ഡിസ്പേർഷനെ പറ്റി ആദ്യമായിട്ട് പറഞ്ഞതും ആര് തന്നെയാണ്? സർ ഐസക് ന്യൂട്ടൺ തന്നെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. നമുക്ക് റിഫ്ലക്ഷനും ഒക്കെ അറിയാം. നോക്കേ, ഞാൻ ആംഗിൾ ഓഫ് ഇൻസിഡന്റ് നമുക്ക് ഡെൻസറിൽ നിന്നും അല്ലെങ്കിൽ ലൈറ്റിന്റെ വെലോസിറ്റി കുറഞ്ഞൊരു മീഡിയത്തിൽ നിന്നും ലൈറ്റിന്റെ വെലോസിറ്റി കൂടിയ മീഡിയം, ഓക്കെ, ലൈറ്റിന്റെ വെലോസിറ്റി കുറഞ്ഞ മീഡിയത്തിൽ നമ്മൾ ഡെൻസർ എന്നും ലൈറ്റിന്റെ വെലോസിറ്റി കൂടിയ മീഡിയത്തെ റെയറർ മീഡിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡെൻസറിൽ നിന്നും റെയറർ മീഡിയത്തിലോട്ട് ലൈറ്റ് എന്ത് ചെയ്യാണ്? പോവുകയാണ്. ഡെൻസർ ടു റെയർ ആകുമ്പോൾ ലൈറ്റ് എന്ത് ചെയ്യും? നോർമലിൽ നിന്ന് അകന്നു പോകും. കാരണം എന്താ? വേഗത കൂടി പോവുക. നമുക്കിതൊരു എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഇതൊരു ഏണിപ്പടിയായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ലൈറ്റ് എന്ത് ചെയ്യാണ്? വെലോസിറ്റി കൂടിയ മീഡിയത്തിൽ നിന്നും വെലോസിറ്റി കുറഞ്ഞ മീഡിയത്തിലോട്ട് വരികയാണ്. എന്ത് ചെയ്യും? ആ കോണിപ്പടിയുടെ അടുത്തോട്ട് അല്ലെങ്കിൽ കൈവരിയുടെ അടുത്തോട്ട് വരും. എന്താണ്? അതിൽ പിടിച്ച് പതുക്കെ പോകും. ഡെൻസർ മീഡിയത്തിൽ വരുമ്പോൾ എന്ത് ചെയ്യും? പതുക്കെ ആയിരിക്കും പോകുന്നത്, നമ്മുടെ കൈവരിയുടെ അടുത്തോട്ട് വരും. ഓക്കെ, അപ്പൊ വെൻ ലൈറ്റ് ട്രാവൽ ഫ്രം റെയർ മീഡിയം ടു ഡെൻസർ, ലൈറ്റ് ബെൻസ് ടുവേർഡ്സ് നോർമൽ. ഇനി തിരിച്ചാണെങ്കിലോ, റെയർ മീഡിയത്തിലോട്ട് വരികയാണെങ്കിൽ പിന്നെ കൈവരിയുടെ ആവശ്യമൊന്നുമില്ല. എന്ത് ചെയ്യും? ഒറ്റ പോക്കാണ്, നല്ല സ്പീഡ് കൂടി അങ്ങ് പോകും. സോ എന്ത് ചെയ്യും? ബെൻഡിങ് എവേ ഫ്രം നോർമൽ. സോ നമ്മളൊരു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടുകയാണെങ്കിൽ ഇവിടെയുള്ള ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും കൂടും. ഓക്കെ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുന്നതനുസരിച്ച് ഇവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും കൂടും. ഇനി ഒരു പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ എന്ത് ചെയ്യും? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആവും. അതായത് ആ മീഡിയത്തിന്റെ സെപ്പറേഷൻസിൽ കൂടി എന്ത് ചെയ്യും? ലൈറ്റ് കടന്നു പോകും. അതായത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്താവും? 90 ഡിഗ്രി ആവും. ഓക്കെ, ഈ 90 ഡിഗ്രി ആംഗിൾ ഓഫ് റിഫ്രാക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. ഓർത്ത് വെച്ചേക്കുക, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആവുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. ഇനി എപ്പോഴെങ്കിലും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ആവുകയാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ ലോ ഓഫ് റിഫ്ലക്ഷൻ ഒബേ ചെയ്ത് ലൈറ്റ് എന്ത് ചെയ്യും? റിഫ്ലക്ട് ചെയ്യും. സെയിം മീഡിയത്തിലോട്ട് തന്നെ അല്ലെങ്കിൽ ഡെൻസർ മീഡിയത്തിലോട്ട് തന്നെ റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വരും. ഇതിനെ പറയുന്ന പേരാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ക്ലിയർ ആണല്ലോ? അതിന്റെ ആപ്ലിക്കേഷൻ കൂടെ നമുക്ക് നോക്കാം. ബ്രില്യൻസ് ഓഫ് ഡയമണ്ട്, ഒപ്റ്റിക്കൽ ഫൈബർ, എൻഡോസ്കോപ്പി, ഇതെല്ലാം എന്തിന്റെ ആപ്ലിക്കേഷൻ ആണ്? നമ്മുടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ ആപ്ലിക്കേഷൻ ആണ്. ഇനി ഈ ഒപ്റ്റിക്കൽ ഫൈബർ കണ്ടുപിടിച്ചത് ആരാണ്? ഇന്ത്യൻ സയന്റിസ്റ്റ് ആയിട്ടുള്ള നരീന്ദർ സിംഗ് കപാനി. നരീന്ദർ സിംഗ് കപാനി, കപാലി അല്ല, കപാനി. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നല്ലപോലെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നല്ല രീതിയിൽ ഫിസിക്സ് വർക്ക് ചെയ്യുക, ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്യുക. എല്ലാവർക്കും എത്രയും പെട്ടെന്ന് നല്ലൊരു ജോബ് കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്.